അങ്ങ് ആരാണ്? ഏത് ഷെഹിൻ? ഷെഹിൻ്റെ കഥ പറയോ? പണി കിട്ടിയ കഥ പറ. പണി കിട്ടിയതാ. അൺലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ടെക് ബാൻഡിൽ നിന്ന് ജോലി കിട്ടിയായിരുന്നു. ടെക്നോ പാർക്കിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് വന്നായിരുന്നു, പിന്നെ ശാസ്ത്രമംഗലത്തിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് വന്നായിരുന്നു, പിന്നെ പൂജപ്പുരി എന്നൊരു കമ്പനിയിൽ നിന്ന് വന്നായിരുന്നു. അപ്പം ഞാനത് നോക്കിയിട്ട് ടെക്നോ പാർക്ക് കയറാമെന്നുള്ള രീതിയിൽ അവിടെ ടെക് ബാൻഡിൽ കയറി. ഷെഹിൻ ആരായിരുന്നു? ആലോചിക്കുന്നു ഞാൻ ആരായിരുന്നു ചോദിച്ചാൽ ആരായിക്കൂടാ എന്നാണ്. അതായത് എന്തായിരുന്നു ആഗ്രഹം? എന്തായിരുന്നു? സിനിമയാണ് ആഗ്രഹം. പേഷനായിരുന്നു, സിനിമയായിരുന്നു ആഗ്രഹം. ഏതാ പഠിച്ചത് കോഴ്സ്? ഞാൻ BBA ആണ്. അതെ, +2 BBA പഠിച്ചു. BBA ഏവിയേഷനും കൂടെ ചേർന്നിട്ടുള്ള കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രോട്ടോടൈപ്പിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ആ ഒരു സമയത്ത് നടന്നില്ല. പിന്നെ വെറുതെ ഇരിക്കേണ്ട, എന്തായാലും പഠിക്കാന്നുള്ള രീതിയിൽ ഇപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കിയ കോഴ്സാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഞാൻ കോവിഡ് ടൈമിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഞാൻ അതിന് പറ്റി അതൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നോക്കിയപ്പം എറണാകുളത്ത് ഇൻമാക്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ ഉണ്ട്, ഇപ്പോൾ കടക്കൂട്ടത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ്സാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ആഡ്സോമിയുടെ ഉണ്ട്. ആഡ്സോമിയുടെ കണ്ട് ഒരു ആഡും കണ്ടായിരുന്നു. അന്യായ ശേഷിയുടെ ആഡ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഇവിടെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് മൂന്നൂടെ പഠിക്കാം എന്നുള്ള രീതിയാണ്. അങ്ങനെ ഞാൻ ഈ DM-ഉം എഡിറ്റിങ്ങിനേക്കാളും പെട്ടെന്ന് മൈൻഡിൽ വന്ന പ്രൊഡക്ഷൻ. അപ്പം ഞാൻ ചോദിച്ചാൽ പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ രഹിനേച്ചിയായിരുന്നു അന്ന് എൻ്റെ അടുത്ത്. ചേച്ചി പറഞ്ഞു ഇവിടെ ആങ്കറിങ് പിന്നെ ക്യാമറ ഹാൻഡിലിംഗ് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടതിൻ്റെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു അശ്വിനെ ഇതേപോലെ ഒരു ഇതുണ്ട്, DM ഉണ്ട്, പിന്നെ അപ്പം പറഞ്ഞ 6 മാസം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അശ്വിനെ വാ നമുക്കിങ്ങനെ പോവാം, അവിടെ ആകുമ്പോൾ പ്രൊഡക്ഷൻ എഡിറ്റിംഗ് DM എല്ലാം ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ പയ്യന്മാരെ എല്ലാവരും നൈസ് അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ സമയം ഉടനെ തന്നെ അശ്വിനെ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ ഞങ്ങളിങ്ങ് വന്നപ്പോൾ അമൃതേശിയായിരുന്നു ഇവിടെ ഈ റൂമിലായിരുന്നു. അമൃതേശി വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അമൃതേശി ഇതുപോലെ ഇവിടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആങ്കറിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം, പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആവാം എന്നൊക്കെ ഒരുപാട് സംസാരിച്ചു. പിന്നെ അമലേട്ടൻ വന്ന് DM-ൻ്റെ ഒരു ക്ലാസ് എടുത്ത് തന്നു. അങ്ങനെ ഡെമോ ക്ലാസ് എടുത്ത് തന്നാണ്. ഡെമോ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെയാണ്, എന്തായാലും ഇവിടെ വന്ന DM ഞാൻ സെറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കൺഫേം ആയിരുന്നു. അമലേട്ടൻ്റെ ക്ലാസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഗൗതം ജോഷിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പം ഗൗതം ജോഷിനെ കണ്ടായിരുന്നു. അങ്ങനെ ഗൗതം ജോഷിയുടെ സംസാരം അവിടെ പ്രൊഡക്ഷനിലൊക്കെ നിന്നാൽ മതി, നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്തെടുക്കാം, അതെ നമുക്ക് സെറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഇത്രയും ഞാൻ കേട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഇവിടെ നിന്ന് രഹിനി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി 2 അഡ്മിഷൻ കൺഫേം ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അശ്വിനും കൂടെ വന്ന് ഒരുമിച്ച് ഇവിടെ വന്ന് അന്ന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തത്. നമ്മൾ വന്ന് അഡ്മിഷനൊക്കെ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അന്നേ പറഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നവംബറിൽ ഞങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം ആദ്യം ആരും മിണ്ടാനും സംസാരിക്കാന്നില്ലായിരുന്നു. ഞാൻ, അശ്വിൻ, പിന്നെ ഗാർഗ് ചേച്ചി, ഞങ്ങൾ 3 പേരായിരുന്നു. 2ാമത്തെ ദിവസമായിട്ട് എന്തായാലും ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഓരോ സൈഡിൽ നിന്ന് ഓരോരോ ആൾക്കാരായിട്ട് ഞാൻ അങ്ങോട്ട് നിന്ന് മിണ്ടാനൊക്കെ തുടങ്ങി. പിറ്റേന്നായപ്പോൾ എനിക്ക് സെറ്റായിരുന്നു. കാര്യം വന്ന ഉടനെ എല്ലാവരും കളിച്ചിരി അടിപൊളിയായിട്ട് പോയി. പിന്നെ ഞാൻ അങ്ങനെ ഈ ഡാൻസ് ഇതൊന്നും അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ അധികം കളിക്കാറില്ല, കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്കും അടുത്ത അൺലേണിൻ്റെ പരിപാടിയായി ഡിസംബർ 1-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്നപ്പോഴാണ് അറിയണത് കീർത്തിയും സിദ്ധാർത്ഥ എല്ലാവരും കൂടെ എൻ്റെ അശ്വിൻ്റെ പേര് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി അങ്ങനെയായി. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് എൻ്റെ സ്കൂളാണ്. കോളേജിനേക്കാളും എനിക്ക് എൻ്റെ സ്കൂളിലാണ് ഇഷ്ടപ്പെട്ടത്. +2 ലൈഫ് അതാണ്. അതിനുശേഷം എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് കിട്ടണമെന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ആഡ്സോമിയയിൽ വന്നതിന് ശേഷം. കാര്യം അൺലേണായിട്ട് മാത്രം എനിക്ക് പറയാം, അൺലേണിലുള്ളവർ എനിക്ക് ഭയങ്കര കമ്പനിയായിരുന്നു. ആഡ്സോമിയയിലുള്ളവരുടെ ഞാൻ അത്ര നല്ല കൊളാബായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ എന്ത് പറഞ്ഞാലും എനിക്ക് എല്ലാവരും സഹായിക്കാനാണെങ്കിലും ആ ഒരു നല്ല ഫ്രണ്ട്സാണ്. അതായത് സാറെന്നല്ലേ, ഞാൻ ഇവിടെ സാറിനെ മാത്രമേ സാറെന്ന് വിളിക്കുന്നു, ബാക്കി എല്ലാവരും ചേട്ടാന്നും ചേച്ചിന്നൊക്കെയാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. ആ ഒരു ഇത് എനിക്ക് നല്ല രീതിയിൽ എനിക്കത് അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാം സംസാരിക്കാൻ പറ്റും. പിന്നെ DM-ൽ അമലേട്ടനായിരുന്നു ആദ്യം പഠിപ്പിച്ചത്. അടിപൊളിയായിട്ട് പഠിപ്പിച്ചായിരുന്നു. അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അമലേട്ടൻ പറയും നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് രാത്രി വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ അമലേട്ടൻ ഓരോന്ന് സെറ്റ് ചെയ്ത് ഓരോന്ന് കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് തന്നെ അങ്ങ് പോകണം. പിന്നെ പ്രൊഡക്ഷനിൽ പക്ഷെ ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് പ്രൊഡക്ഷൻ എനിക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥേട്ടൻ എന്നെ ഞങ്ങളൊക്കെ മേളിൽ കൊണ്ടിരുത്തി ക്ലാസ് എടുക്കാറുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ ഉച്ചവരെ നമുക്കിവിടെ ക്ലാസ്സാണ്. ഉച്ചയ്ക്ക് ശേഷം സിദ്ധാർത്ഥേട്ടൻ പിന്നെ താഴെ വന്നിട്ട് എനിക്കും അശ്വിനും കൂടെ പ്രീമിയർ പ്രോയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം, ആഫ്റ്റർ എഫക്റ്റിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം നോക്കാം. ഞങ്ങൾ കുറച്ച് വീഡിയോസ് പുറത്തുനിന്ന് എടുത്തിട്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് സിദ്ധാർത്ഥേട്ടൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സിദ്ധാർത്ഥേട്ടൻ്റെ ടൈമിംഗ് കഴിഞ്ഞിട്ട് 6 മണിക്ക് ശേഷം വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ആ കോഴ്സ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ കോഴ്സ് മൊത്തം കഴിഞ്ഞു. ഞാൻ ഒരു 2.5 മാസം കൊണ്ട് തന്നെ തീർത്തായിരുന്നു. ആ സമയത്ത് പിന്നെ കിഷോറേട്ടൻ വന്ന് കുറച്ച് ക്ലാസ് എടുത്ത് തന്ന് ബാക്കിയുള്ള കുറച്ച് ക്ലാസ് തന്നായിരുന്നു. പിന്നെ രഞ്ജിത്തേട്ടൻ അപ്പോൾ എനിക്കിവിടെ പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളത് അമലേട്ടനെയാണ്. കാരണം ക്ലാസ് ആണെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ള എല്ലാം അമലേട്ടനായിട്ട് ഞാൻ അത്രയല്ല ഇതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തൊട്ട് താഴെ രഞ്ജിത്തേട്ടനും അങ്ങനെയാണ്. എനിക്ക് എന്ത് സംസാരിക്കാൻ ഏത് നേരത്തെ വേണമെങ്കിലും എന്ത് വർക്കിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും സംസാരിക്കാൻ ആ ഒരു ഇതുണ്ട് രഞ്ജിത്തേട്ടനായിട്ടും. അപ്പോൾ രഞ്ജിത്തേട്ടനും അമലേട്ടൻ എന്ന് പറയുമ്പോൾ ഏതിപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഈ വളഞ്ഞുള്ള പരിപാടിയൊന്നും വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകാം. പക്ഷേ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. സാധാരണ ഇപ്പം നമ്മൾ ഓരോ സാധനം സൈറ്റ് ഇട്ടുക ഇതൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെ സെർച്ച് കൺസോളിലൂടെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതൊക്കെ ഉണ്ട്. അമലേട്ടനെ രഞ്ജിത്തേട്ടനെ ഇതൊക്കെ എളുപ്പ വഴി അറിയാം, എങ്ങനെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യം. അപ്പം എനിക്കതൊക്കെ ഇഷ്ടമാണ്. കാര്യം നമ്മൾ ക്ലാസ്സിന് ഇരുത്തിയും പറഞ്ഞു തരാറുണ്ട്. ഇവരെല്ലാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ ഞാൻ വന്നിരിക്കും. ഞാൻ ഇവരെ രണ്ടുപേരും അടുത്ത് വന്നിട്ട് നിൽക്കുമ്പോൾ എനിക്കല്ലാതെ പറഞ്ഞു തരും, എടാ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എളുപ്പവഴി ഉണ്ടെന്ന് പറയും. ഒരുപാട് ജനറേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ടൂൾസിനെ പറ്റി എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് എൻ്റെ കോഴ്സ് ഒരു 2.5-3 മാസം തീർന്ന് ഉടനെ തന്നെ ഞാൻ എന്നോട് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പം സജിനി ചേച്ചിയൊക്കെയുള്ള ടൈമായിരുന്നു. അപ്പം അമലേട്ടന് സജീഷ് എല്ലാവരും പറഞ്ഞ് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്ത്. ഞാൻ 4-5 കമ്പനിയിൽ അപ്ലൈ ചെയ്തു. അതിൽ ഒരു കമ്പനിയിൽ എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തതിന് ഒരു വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്നിട്ടൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഇവിടെ വിളി വന്നായിരുന്നു. അന്ന് സാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് 2ാമത്തെ കമ്പനി അപ്പം അല്ല അന്ന് എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല അത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ ടെക് ബാൻഡ് എന്നൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചായിരുന്നു. അവർ പോയി കുറച്ച് വർക്ക് തന്നായിരുന്നു, അതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്, പോകാൻ പറഞ്ഞു. പിന്നെ ശാസ്ത്രമംഗലത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, ഈസി നെറ്റ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അങ്ങനെ അവിടെ ഇൻ്റർവ്യൂവിന് ഞാനും അശ്വിനും കൂടെ പോയത്. ഞങ്ങൾ 2 പേരെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ 2 പേരെ അവരിവിടെ എടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പൂജപ്പുര ഒരു കമ്പനി ഉണ്ടായിരുന്നു, കമ്പനിയുടെ പേരാ മറന്നുപോയി. അപ്പോൾ ആ കമ്പനിയിൽ അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പം അവർ എല്ലാം പറഞ്ഞ് ഞാൻ ഇച്ചിരി സംസാരിക്കാൻ കൂട്ടത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടവർ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള ഒരാളിനെ അവർക്ക് അവിടെ ഇങ്ങനെ ആരും അവിടെ ഇല്ല. സാധാരണ എല്ലാവരും ഓഫീസിൽ വരുന്നു, പണിയെടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഒരു കൊളാബില്ലാതെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞ് നിനക്ക് എന്ന് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, എന്നെ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യില്ല, ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം, ഞാൻ എൻ്റെ കമ്പനിയിൽ ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കിട്ടിയെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഇവിടെ അഡ്സോമിയ ഞാൻ സാറിൻ്റെ ഒന്ന് പറയുമ്പോൾ സാറേ നീ പോകണ്ടടാ, നീ ഇവിടെ നില്ല എന്നുള്ള രീതിയിൽ ടോക്ക് ചെയ്യുന്നുള്ള മൈൻഡായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് സാറിന് ആദ്യമായിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു ജോലി. അമലേട്ടനോട് ആദ്യം പറഞ്ഞു, രഞ്ജിത്തേട്ടനോട് പറഞ്ഞു. കാര്യം ഞാൻ ആ സമയത്ത് ഒന്ന് ടൂറിലായിരുന്നു, ട്രിപ്പിൽ നിന്ന സമയത്താണ് ഇതുപോലെ വന്നത്. എന്നിട്ട് പിന്നെ നേരെ ഒരു ഓഫീസിൽ നിന്ന് സാറിനോടാണ് പറയുന്നത്. സാറ് പറഞ്ഞു നിനക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുകയില്ലേ, നീ എന്തായാലും പൊക്കോട്ടെ, ഞാൻ ബാക്കി തന്നെ പൊക്കോളാം സാറാ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് മേളിലൊക്കെ ചെന്ന് എല്ലാവരോടും പറഞ്ഞു ഞാൻ പോവുകയാണ്, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പറഞ്ഞു. അപ്പോൾ നീ പോകണം എന്നൊക്കെ ചോദിച്ചു. കുറേ ചോദിച്ചു നീ പോകണം, നിനക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ പ്ലേസ്ഡ് ഒന്നും ആക്കില്ല, എന്നെ ഇവിടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നല്ല വിഷമമുണ്ടായിരുന്നു. നമ്മുടെ കേക്കൊക്കെ മുറിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകണം. കാര്യം എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് കംഫർട്ട് സോണാണ്. മാത്രമല്ല ഇത് ഒരു ചിലർ നമുക്ക് കയറാൻ ഇഷ്ടം തോന്നും വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ഇതെനിക്ക് അന്ന് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ടെക്നോ പാർക്കിൽ പോയി ഒരു കമ്പനിയിൽ കയറി. അപ്പം ഞാനും ഇവിടെ നിന്ന് കെവിനും ടെക് ബാൻഡിലാണ്. ടെക് ബാൻഡിനകത്ത് കമ്പനി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ആഡ്സോമിയക്ക് തന്നെ ക്യാമ്പസ് അസിസ്റ്റൻ്റ് ട്രൂവി ഉണ്ട്, അതേ കണക്ക് അതിനകത്ത് വിഷ്വൽ സ്പൈഡേഴ്സും ഉണ്ട്, സ്ലൈ സിഇഒ എന്നിട്ട് കമ്പനിയുണ്ട്. അപ്പം വിഷ്വൽ സ്പൈഡേഴ്സിൽ ഞാനും ആൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടന് മാത്രമേ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ 2 പേരിൽ എന്നെ ഒരു കുഞ്ഞു റൂമായിട്ട് ഒരു ഇരുട്ട് റൂമായിരുന്നു. അപ്പം അതിനകത്തിരുന്ന് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം കുഞ്ഞു റൂം എന്ന് പറഞ്ഞാൽ ആ റൂമിനൊരു വേറെ ആളിന് പോലും കയറി വന്നിരിക്കാനുള്ള സ്പേസ് ഇല്ല, അത്ര അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ട് നിന്ന്. പിന്നെ ആദ്യം ഞാൻ പോയിട്ട് എന്നെ ഡിജിറ്റൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് അവിടെ വിളിച്ചത്. ഞാനങ്ങനെ അവിടെ പോയി
ചെയ്തുകൊണ്ടിരുന്ന് ആദ്യത്തെ ദിവസം SEOയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് രണ്ടാം ദിവസം തന്നെ അവിടെ ഡിസൈനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പവർ പോയിന്റിലായിരുന്നു. അങ്ങനെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ കുറേ ഡിസൈനൊക്കെ ചെയ്തു. മൂന്നാം ദിവസം വന്നിട്ട് പറഞ്ഞ് തൽക്കാലം ഇപ്പം നമുക്കിവിടെ സെയിൽസിനൊന്നും ആളില്ല, നീ അപ്പം കോളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കമ്പനിയെ വിളിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് ആരെയും വിളിക്കേണ്ട, കേരളത്തിന് പുറത്ത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്ന് വേണ്ട കുറേ കമ്പനിയെ വിളിച്ചു. പക്ഷേ ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരാർക്കും മലയാളം അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ. അവർക്ക് ഹിന്ദി, മറ്റേ ഗുജറാത്തി, അതൊക്കെയാണ് അവരുടെ ഭാഷ. അതെനിക്ക് പറഞ്ഞുകൂടെയായിരുന്നു. പിന്നെ കുറേയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് കുറേ ഞാൻ ഏതാണ്ട് ഒരു 2 മാസത്തോളം കമ്പനിയിൽ 2.5 മാസത്തോളം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എനിക്ക് എന്താ എൻ്റെ കരിയറിന് അത് ഗ്രോത്ത് ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കമ്പനിയിൽ നിന്നിട്ട് ആ ഒരു കമ്പനിയിൽ നിന്നിട്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ സാറിന് വന്നിട്ട് സാറേ എനിക്ക് ഇവിടെ Adsomia തന്നെ നിന്നോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടെങ്കിൽ കുറച്ച് ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. അൺലേൺ മിസ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ട്രെയിനേഴ്സ്, എൻ്റെ റൂം, എൻ്റെ സീരിയസ് ആയിട്ട് കാര്യം അതെന്ന് പറഞ്ഞാൽ ക്ലാസ് 10 മണി തൊട്ട് 1 മണി വരെയാണ്, അല്ലെങ്കിൽ 12:30 വരെയാണ്. ഞങ്ങൾ എത്ര 10 മണി എന്നുള്ള ചിലപ്പോൾ 10:30 11 മണിയൊക്കെ ആവുമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണി 7 മണി 8 മണിക്ക് ഇറങ്ങിയ ദിവസങ്ങളിലുണ്ട്. ഇവിടെ അങ്ങനെ നിന്ന് എല്ലാവരുമായിട്ട് ആ ഒരു രീതിയിൽ അങ്ങ് സംസാരിച്ചു. എനിക്ക് സംസാരവും നടക്കും, എൻ്റെ ക്ലാസ്സും നടക്കും. ഇത് രണ്ടും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗൂഗിൾ സാറിൻ്റെ ക്ലാസ് വളരെ മോശമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ട് സാർ അവിടെ ഒന്നും പഠിപ്പിക്കാൻ പറ്റും ഉള്ളത് ഞാൻ സീരിയസ് ആയിട്ട് അറിയാം. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. ആ സാറ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. കാര്യം സാർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ട് പോകണം നല്ലതായിരിക്കും. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനിയുള്ള കുട്ടികൾക്കായി വരാതിരിക്കട്ടെ. അതെ, ആ ഒരു ഇത് കിട്ടാനില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ വർഷം ഉച്ചയ്ക്ക് ഇറങ്ങി പോയിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിൽ നിന്ന്. ഉള്ളതുപോലെ പറയാൻ എനിക്കറിയാം, ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്ന് അറിയാം. പിന്നെ സാറ് നല്ല കൺവിൻസിങ് സ്റ്റാർ ആണെന്ന് എനിക്കറിയാം. കാര്യം എന്നോട് ഗൂഗിൾ ആഡിന്റെ ക്ലാസ് എടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു ആദ്യം ആര് ചെയ്ത് തീർക്കുന്നു അതിന് ചായയും വടയൊക്കെ മേടിച്ചിടാവുന്നത്. അന്ന് നമ്മളെല്ലാരും ഇരുന്ന് ഞാൻ പെട്ടെന്ന് എക്സലിലേക്ക് എത്തിച്ച് നല്ല രീതിയിലായി സാറ് ആക്കട നീ സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ആദ്യം തീർത്തത്. അന്ന് പിന്നെ സാർ നമുക്ക് വൈകുന്നേരം ചായ മാത്രമേ മേടിച്ചെന്നുള്ളൂ. പിന്നീടാ മനസ്സിലായത് നമ്മളവിടെ ക്യാൻസലിംഗ് സ്റ്റാറും സാറ് കൺവിൻസിങ് സ്റ്റാറും വൈകുന്നേരം ചീറ്റിംഗ് സ്റ്റാറും ആയി സാർ. അങ്ങനെ അപ്പൊ സാർ ഇതുപോലെ ശ്രദ്ധിക്കണം. ക്ലാസ് കുറച്ച് ബ്രേക്ക് എടുത്ത് പിള്ളേരായിട്ടൊക്കെ ഒന്ന് കുറച്ചുകൂടി കൊളാബൊക്കെ ചെയ്ത് കളിച്ചിരിക്കേണ്ടത്. സാർ ഇപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കാൻ കളിച്ചിരിക്കില്ല. അതേ കണക്ക് സാർ ക്ലാസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ സെറ്റാണ്. ഇത് വരില്ല എനിക്കറിയാം. അല്ല വരാനായിട്ടല്ല ഞാൻ പറയുന്നത്. മാർക്കിന് കയറിയപ്പോൾ എന്തൊക്കെയായിരുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ SEO ചെയ്യാനുണ്ടായിരുന്നു. ഗൂഗിൾ ആഡ് ഉണ്ടായിരുന്നു. ഗൂഗിൾ ആഡ് 1 ആയിട്ട് റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫേസ്ബുക്ക് ആഡ് ഉണ്ടായിരുന്നു, നെറ്റ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻവയിലുണ്ടായിരുന്നു, കൂടുതലും പവർ പോയിന്റിലായിരുന്നു. പിന്നെ കോള്, ഒരു ദിവസം എനിക്ക് 20 ലീഡെങ്കിലും കോൾ വഴി ചെയ്ത് അവർക്ക് സെയിൽസ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലോഗിൻ മൊത്തം വിളിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ പിന്നെ ഡെയിലി മീറ്റിംഗ് കാണും. മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ആൾക്കാർ അവർക്ക് ചില ആൾക്കാർ ഇംഗ്ലീഷിൽ സംസാരിക്കും, അതെനിക്ക് മനസ്സിലാവും. 1-2 പേരുണ്ട് അവർ ഹിന്ദിയിലാണ്, അവർ നേവിക്കാരൊക്കെയാണ്. അവരെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞു. അവർക്കറിയാം എനിക്കൊരു കുന്തം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. ഞാനായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാര്യം ആദ്യം ഇങ്ങനെ DM എന്തെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് DM ഇല്ല. മാത്രമല്ല എന്നെ അവർ പറ്റിച്ചതാണ്. എന്നോട് പ്രൊഡക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയതിനു ശേഷം ഈ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഡിസൈനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ വന്നു.